എണ്ണിക്കൊണ്ടേരൻ മാറ്റി ശീലങ്ങൾ കണ്ണാലെ കാണാതെ ഉള്ളാലെ കണ്ടിടും വിശ്വാസക്കാവൽ തേടാതെ നാരായ തുഞ്ചത്തെ നേരേതോ പൊയ്യേതോ ഏതേതും ഓർക്കാതെ നീ നിന്നിൽ തന്നെ നിന്നെ തന്നെ വളരെയധികം പ്രതീക്ഷയോടെയാണ് നടന്നിരിക്കുന്നത്. കാരണം ഏതെങ്കിലുമൊക്കെ തരത്തിൽ സാധാരണ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മേഖലയിൽപ്പെട്ട കുഞ്ഞുങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് സാധ്യമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് അവർക്ക് എങ്ങനെയൊക്കെ സമൂഹത്തിൽ മുഖ്യധാരയിൽ എത്താമെന്നുള്ളതിനെ കുറിച്ചുള്ള വലിയൊരു ഗവേഷണമാണ്, വലിയൊരു പ്രവർത്തനമാണ്. സത്യത്തിൽ ഒരു കാരണവശാലും നിങ്ങൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ആത്മവിശ്വാസക്കുറവുണ്ടാവരുത്. കാരണം ഓരോ ദിവസവും സാങ്കേതിക വിദ്യ വളരെ വളരെ വേഗത്തിൽ മാറുകയാണ്. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണെങ്കിൽ അതൊക്കെ തന്നെ പരിഹരിക്കുവാൻ സാധ്യമായ സാങ്കേതിക വിദ്യ ഇന്ന് ഈ സമൂഹത്തിൽ ലഭിക്കുന്നു. നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, സംസാരിക്കേണ്ട ആ ഒരു പ്രായമായിട്ടും സംസാരിക്കുന്നില്ല, നടക്കാനായിട്ട് പറയുന്നു, അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി, നമ്മൾ പിരിവിരിപ്പ് എന്ന് പറയും, എപ്പോഴും എന്തെങ്കിലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. അടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് അവരുടെ നിഘണ്ടൂര് പോലും ഇല്ലാത്ത കാര്യം. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് പറ്റാത്തത് കൊണ്ടാണ്. തുടർച്ചയായിട്ട് ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, നടക്കാനായിട്ട് ഡിലേ ആവുക, അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷൻസ്, മറ്റുള്ളവർക്ക് പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കുക. എത്രയും വേഗം തന്നെ അതിനുള്ള ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. പ്രധാനമായും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്തൊരു ചേലാണ് നെഞ്ചില് നേരാണ്, എന്റെ കിനാവാണ്, എന്തിനും നീയാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ, പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാറ്റേ, ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടേ. എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി. എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി. ഉരുകും വേനലകലാനൊന്നു ചൊരിയൂ തൂമഴ, മെഴുകിൻ നേർത്ത തിരിയായുള്ളു തെളിയും നാളിതാ. എന്നോമൽ നിധിയല്ലേ,